നിന്നെ വേണ്ട ആരെയും വേണ്ട വെക്കടി പോൺ അവളെ കൊഞ്ചാൻ വിളിച്ചേക്കുന്ന അവനെ മോശമാണ് ബോബയ പറഞ്ഞത്. നീ നിന്റെ ഭാര്യ ബോബോനെ കെട്ടിപ്പിടിച്ചോടി. ഞങ്ങള് കെട്ടിക്കോളാം നിന്നെ പോലെ ഇട്ടിട്ട് പോലടി വിളിച്ചളിയ ഞാൻ നീ അറിഞ്ഞില്ലല്ലേ? ഞാനല്ലേ വിളിച്ച രായണ്ണൻ. അവള് ബന്ധം വേർപിടിയണമെങ്കിലേ 90 കോടി തരണോ? 90 കോടി. അല്ലടാ ബന്ധം വേർപിടിയല്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ബൈക്കിന്റെ പൈസ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവൾ കണക്ക് പറയാ ഇല്ല 40 കോടിയുടെ പറയുന്നേക്ക് 40 കോടിയുടെ ബൈക്കിന്റെ പൈസ, 30 കോടി മറ്റേ പ്രപ്പോസ് ചെയ്തതിന്റെ ഈവന്റിന്റെ പൈസ, 10 കോടി ബൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനുള്ള പൈസ. അതൊക്കെ ബൈക്ക് തിരിച്ചു കൊടുക്കണായിരുന്നല്ലേ? ഇല്ല ബൈക്ക് തിരിച്ചു കൊടുത്തില്ലേ? അതിന്റെ പൈസ കൊടുത്താ പോരെ 40 കോടി. 40, 10, 50 കോടി കൊടുക്ക് തിരിച്ച്. എന്തിനാ അവളെ ഇപ്പൊ പറയില്ലേ എന്റെ ബൈക്ക് കൊണ്ട് അവനിപ്പോ തിരിച്ചു ഇറങ്ങണേന്ന് പറയില്ലേ? അങ്ങനാണെങ്കില് ഞാൻ അവൾക്ക് എന്താ മേടിച്ചു കൊടുത്തേ? അളിയ അവള് ഒരു നേരം ജീവിക്കണമെങ്കിൽ ഞാൻ അളിയ അന്ന് അവൾക്ക് ആഹാരം മേടിച്ചു കൊടുത്തത് കോയി കഫേന്ന്. മേടിച്ചു കൊടുത്തതിന് കണക്ക് പറയില്ലേ? എടാ അങ്ങനെയാണ് അവളും പറഞ്ഞില്ലേ? എടാ അവള് ഞാൻ ഏറ്റവും ജട്ടിക്ക് വരെ കണക്ക് പറഞ്ഞവള്. ഫുഡ് വേറെ എടാ ഞാൻ കണക്കൊന്നും പറഞ്ഞില്ല അവളുടെ അടുത്ത്. അവള് കണക്ക് പറയത്തില്ല. എടാ അവധി നീ ഇതായിട്ട് പറഞ്ഞിട്ടല്ലേ? വണ്ടിയുടെ പൈസ ഒന്നില്ലേ തിരിച്ചുവിടും അല്ലെ? വണ്ടി തിരിച്ചുവിട്. ട്രിക്സിനെ വിളിച്ചിട്ട് പറയാം. അവനെ വിളിച്ചിട്ട് അവളെ വിളിച്ച് പൈസ തിരിച്ചു തരാനാന്ന് പറ. 90 കോടി 90 കോടി 90 കോടി ഒന്നും കൊടുക്കണ്ട, 50 കോടി കൊടുത്താൽ മതി. പ്രപ്പോസ് ചെയ്യാൻ നമ്മള് പറഞ്ഞു. ഹലോ 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 ഹലോ. ഓ 90 കോടി നിന്റെ അക്കൗണ്ടിലോട്ട് വരും. നീ ലോറയുടെ മുഖത്തോട്ട് വലിച്ചെറിഞ്ഞു കൊടുത്തോണം. ശരി ശരി ഇപ്പൊ വരുവേ. അവളത് കേൾക്കുന്നുണ്ട്, അവളത് വൃത്തിക്ക് കേൾക്കുന്നുണ്ട്. മാസം അടിച്ചല്ലേ ഇവിടുത്തെ സബ്ഗുരുന്റെ ബാങ്കിൽ എന്തോ 100 കോടി വരെ എന്തോ കടം കിട്ടും. ഇല്ല ഇല്ല അവളത് പറഞ്ഞല്ലടാ, അവളത് പറഞ്ഞല്ലേ, എടുത്ത് പറഞ്ഞല്ലേ, അപ്പൊ കൊടുക്കോടാ ഞാൻ. ഹലോ ഹലോ അത് 90 അല്ല 94 കോടി എന്ന് പറയാൻ പറഞ്ഞു. 94 കോടി അത് അവളുടെ മുഖത്തിപ്പോ ഇടും. മുഖത്തോട്ട് വലിച്ചെറിഞ്ഞു കൊടുത്തേ. ആ എച്ചിയുടെ മുഖത്തോട്ട് എച്ചിയുടെ ഇനി കൊടുക്കണല്ലേ പൈസ? ഇവൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഏതായാലും കൊടുക്കണം. 94 അവളുടെ മുഖത്തിന് 92 കോടി. 2 കോടി ഉണ്ട്. 2 കോടി. എടാ അളിയാ, എടാ എല്ലാരും ഹെൽപ്പ് ചെയ്യോടാ. എടാ ഇതെന്റെ അഭിമാന പ്രശ്നം അളിയാ. ഇതിന് നിങ്ങൾ എന്റെ കൂടെ എന്നില്ല. നിങ്ങൾ ഇനി ഒരു കാര്യത്തിൽ എന്റെ കൂടെ നിൽക്കണ്ട ആരും. ഇത് കണ്ടോളിയാ റേഡിയോയില് 83 റേഡിയോ. ഞാനിവിടെ റൗണ്ട് ആക്കി 100 കോടി അവളുടെ മോത്തിയ മനുഷ്യർ. എടാ ഇതെന്റെ ജീവിത പ്രശ്നമാടാ. എനിക്കിത് ഇതെന്റെ അഭിമാന പ്രശ്നം. ഇതെനിക്ക് കൊടുത്തില്ലെങ്കിൽ എനിക്ക് സമാനം ഇല്ല. 100 കോടി വേണം എനിക്ക്. 100 കോടി അവളുടെ മോത്ത് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ. ലോറയുടെ അവള് കണക്ക് പറഞ്ഞടാ ചെയ്ത പ്രപ്പോസൽ ഉൾപ്പെടെ. അത് 100 കോടി വേണം അളിയാ. അതെനിക്ക് പൈസയും കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ അത് ചോദിക്കാനും പറക്കാനും ഒന്നും വന്നോ അല്ല വിളിച്ചതും അല്ല. അത് എടുത്തിട്ട് അല്ലെങ്കിൽ അതിന്റെ പേരിലായിട്ട് ഇനി എന്താ നടക്കുകയും വേണ്ട. അല്ല അതിന്റെ പേരിൽ ഇനി പണിയെടുക്കണ്ടെന്ന് ഉദ്ദേശിച്ചതാ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി. ടി വി കുടുംബത്തിലുള്ളവർ തന്നെ 100 കോടി എന്ന് പറഞ്ഞാൽ പണിയെടുത്തുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ ഞാൻ കുടുംബക്കാർക്ക് വേണ്ടി അല്ലല്ലോ ചെയ്തത്, ഞാൻ നിനക്ക് വേണ്ടി മാത്രമായിട്ടല്ലേ ഇത്. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ കണക്ക് പറയാൻ വേണ്ടി വന്നിട്ടില്ല. കോടി എന്ന് പറഞ്ഞില്ലേ? പിന്നെ പറയട്ടെ, കാരണം ഞാൻ വഴക്കുണ്ടാക്കാൻ അടിയാക്കാൻ അല്ല വിളിച്ചത്. ഞാൻ അങ്ങോട്ട് ഒരിക്കലും കണക്ക് പറഞ്ഞില്ല. നീയാണ് ഇന്നലെ രായണ്ണനെ വിളിച്ചിട്ട് പറഞ്ഞത് എത്രയാ ഇന്നതുണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാനായിട്ട് അങ്ങോട്ട് ഒന്നിനും വന്നിട്ടില്ല. എനിക്ക് പൈസ വേണ്ട. അത് പറഞ്ഞയച്ചാലും ഞാനത് ഉപയോഗിക്കത്തില്ല. നീ ഉപയോഗിക്കണ്ട. നീ 94 കോടി എന്ന് പറഞ്ഞില്ല. നീ മേടിച്ചിട്ട് പോയാൽ മതി. എടാ എനിക്ക് വേണ്ട അണ്ണാ. ഞാൻ സീരിയസ്ലി പറഞ്ഞു. ഞാനായിട്ട് അങ്ങോട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഞാനായിട്ട് ചോദിക്കാനോ പറക്കാനോ ഞാൻ വരുന്നതല്ല. നീ ആയിട്ട് ഇനി അത് എനിക്ക് തരണ്ട. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ സമയത്ത് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ചെയ്താ. അത് തീർന്ന എനിക്ക് കണക്ക് പറഞ്ഞ് ചോദിച്ചു വേണ്ട. ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഒരു എന്റെ അടുത്ത് എനിക്കിതൊന്നും വേണ്ടെന്ന് പറയാ. എന്റെ അടുത്ത് സമാധാനമായിട്ട് നീ സംസാരിക്കാൻ പോലും വന്നിട്ടില്ല. അതറിയോ? എങ്ങനെ സംസാരിക്കാനാ? മിണ്ടാതെ മാറി നിന്നാ നീ വന്ന് എന്നെ ഇട്ട് കളിയാക്കും, നീ വന്ന് തന്നെ അടിയാ. അല്ല ഞാൻ നിന്നെ കളിയാക്കി അതൊക്കെ അന്ന് നമ്മൾ അന്ന് മറ്റില്ല എന്താ രംഗൻ എന്ന് പറഞ്ഞ പുള്ളി ഉണ്ടായിരുന്ന ദിവസം ഓർമ്മയുണ്ടോ?
ഞാൻ നിന്നെ ഒന്ന് തുപ്പി, അപ്പൊ നീ ഒന്ന് എന്നെ പട്ടീന്ന് വിളിച്ചു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, വന്ന് നിന്നെ സംസാരിക്കാനോ നീയായിട്ട് മിണ്ടാനോ വെക്കാനോ വന്നിട്ടുണ്ടോ? ലോറ എന്തൊക്കെ മിണ്ടല്ലേ ദൈവത്തോട് മിണ്ടല്ലേ. ലോറ ഞാൻ ഇവിടെ ലോറ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മള് 4 മാസം എന്റെ റിലേഷൻ കരിയറിൽ ഏറ്റവും കൂടുതൽ ഒരു പെണ്ണുമായിട്ട് ഇതായിട്ടുണ്ടെങ്കിൽ അത് നീ ഒറ്റ നീ മാത്രമേ ഉള്ളൂ. മാക്സിമം എന്റെ റിലേഷൻ കരിയർ 1 മാസം ഒരു പെണ്ണ് പോയിട്ടുള്ളു, ചിലക്ക് 1 മണിക്കൂറായി. ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് 4 മാസം നിന്റെ കൂടെ തന്നെയാണ്. ഇതില് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതില് നീ എന്റെ അടുത്ത് സമാധാനമായിട്ട് സംസാരിക്കാൻ വന്നില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ടൈം വേണമെന്ന്. കാരണം എനിക്ക് നല്ല വിഷമോ ദേഷ്യമുള്ള ടൈമിൽ ഞാൻ സംസാരിക്കാൻ നിൽക്കാറില്ല. നിനക്ക് ടൈം തന്നോ? എന്റെ പിറ്റേ ദിവസം നിന്നെ സംസാരിക്കാൻ വന്നു. അവിടെ ഞാനും മാറ്റേണ്ട ബോബയും കൂടെ വന്നേ. അവിടെ വന്നപ്പോ നിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാല് എന്റെ അടുത്ത് മണി എന്നെ മാറ്റിയെടുത്ത് വിളിച്ച് പറഞ്ഞെന്താണെന്നറിയാവോ? എടാ ഇനി അവളെ നോക്കണ്ട, അവൾക്ക് നിന്നെ വേണ്ടാത്ത പോലെ അവളുടെ ബിഹേവിയർ. അറ്റ്ലീസ്റ്റ് ഒരാളെ വേണോന്നുള്ളൊരു ഇൻട്രസ്റ്റ് പോലും നീ കാണിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ ബാക്കിയുള്ളവരായിട്ട് മിസ്റ്റേക്ക് ഉണ്ടായി, മറ്റേതുണ്ടായി, മറിച്ചുണ്ടായി. അറ്റ്ലീസ്റ്റ് നമ്മൾ തമ്മിൽ ഇത്ര തല്ലി പിരിഞ്ഞിട്ട് നീ എന്നോട് മിണ്ടാ നടക്കാനുള്ളൊരു തെറ്റൊന്നും നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. നമ്മൾ നല്ല അതുപോലെ എനിക്ക് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് എന്തൊക്കെ പറ്റിയിട്ടുണ്ട്, എന്തൊക്കെ ഞാൻ വിഷമായിട്ടുണ്ട്, എവിടെ നിന്നൊക്കെ എനിക്ക് ചീത്ത കേട്ടിട്ടുണ്ടെന്നൊക്കെ ഞാൻ നിന്നോട് ഓൾറെഡി എല്ലാ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് പറയട്ടെ, നീ ഇതെല്ലാം പറയുന്നുണ്ട്. ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ സംസാരിക്കാൻ പറ്റിയ ഇതിലല്ലായിരുന്നു, കാരണം ആ മൂഡിലല്ലായിരുന്നു. എനിക്ക് നല്ല വിഷമോ സങ്കടവും ദേഷ്യവും വന്നിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നത്. ഞാൻ അപ്പൊ അവിടെ സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ അപ്പോഴും അവിടെ സംസാരിച്ചിരുന്നെങ്കിൽ വലിയ ഇഷ്യൂ ആയി കൊണയായി എന്ന് പറഞ്ഞ് നീ ഒക്കെ ആയിട്ട് വീണ്ടും ഇഷ്യൂ ആവും. എനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പല സിറ്റുവേഷനും മാറുന്നതും സംസാരിക്കാൻ വരാത്തതും മിണ്ടാണ്ടാന്ന് വെച്ചിട്ട് പോയതും. എന്നിട്ട് ഞാൻ ലാസ്റ്റത്തെ ടൈം മുതുക്ക് ഞാൻ വന്ന് വേറെ ആൾക്കാർ സംസാരിച്ചോണ്ടിരുന്നപ്പോ നീ എന്നിട്ട് കളിയാക്കുകയും പിറക്കുകയൊക്കെ ചെയ്ത് എനിക്ക് അതിന്റെ ദേഷ്യത്തിൽ തന്നെ ഞാൻ തിരിച്ചും പറഞ്ഞത്. നീ എല്ലാവരോടും ഞാൻ നിക്ക് പറയട്ടെ. എടാ നീ നിന്റെ കുടുംബക്കാരെന്തിനാ ഇടപെട്ടെ? നിങ്ങളുടെ എത്ര പേര് കൂടിയിട്ട് എന്നെ കളിയാക്കിയേ? കുടുംബക്കാരിടപെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അതിന്റെ അകത്ത് അണ്ടിൽ ബോബോയ് മാത്രമേ ഇടപെട്ടുള്ളൂ. ബോബോയ് റിലേഷൻ എന്തൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള നിനക്കറിയാലോ. ഫ്രം ദ ബിഗിനിങ് സ്റ്റേജ് തൊട്ട് നമ്മുടെ റിലേഷൻ്റെ പില്ലർ കെട്ടിവെക്കാൻ നമ്മളെ ഫുൾ കാര്യത്തിന് സപ്പോർട്ട് ചെയ്ത് ഒറ്റടുത്ത് എന്റെ മണിയൻ തന്നെ. അവൻ ഇടപെടുന്ന ഒരു തെറ്റുമില്ല അതില്. ആണോ അല്ലോ? ഒരാളെ നീ അല്ലെങ്കിൽ സ്നേഹിച്ച് പിരിഞ്ഞു കഴിഞ്ഞ് ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ആ കാണുന്ന ആളെ എല്ലാവരുടെ മുന്നേ വെച്ച് കളിയാക്കുന്നതാണോ സ്നേഹം? തുപ്പിയത് മാത്രമല്ല, പിന്നെ ഇങ്ങനെയാണോ കാണിക്കുന്നേ? എന്ത് എക്സ് എന്നല്ല, ഒരു ടൈം നമ്മൾ എൻജോയ് ചെയ്ത് നല്ല ടൈമുകളുണ്ട്. അതുപോലും മനസ്സിലാക്കാതെ നീ അവിടെ വെച്ച് കളിയാക്കിയത്. ഞാൻ അങ്ങോട്ട് വന്ന് സംസാരിക്കാനോ കളിയാക്കാനോ ഞാൻ ഇന്നേ എന്റെ ഒരു എക്സിന്റെ അടുത്തും ഇതുപോലെ സംസാരിച്ചിട്ടില്ല. നിന്റെ അടുത്ത് സംസാരിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻ ബ്രേക്കപ്പ് ആയി ആദ്യത്തെ 2-3 ദിവസം നമ്മൾ മിണ്ടിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് മന്ദാരം റാൻഡമായിട്ട് നിന്റെ അടുത്ത് ഒന്ന് എന്തോ ഇവിടെ TDM എവിടെ നിന്നപ്പോ എന്തോ ഒന്ന് സംസാരിച്ച് നീ എന്തോ ഒരുമാതിരി പുച്ഛം പോലെ അവനെ കളിയാക്കേണ്ടിട്ടെ. അതൊന്ന്. രണ്ടാമത് ഏവൽ ഇടയ്ക്ക് വന്ന് സമയം ചോദിച്ചു. അപ്പം നിന്റെ ഫോൺ ഉണ്ടായിട്ട് പോലും പറഞ്ഞു നീ വേണമെന്ന് അവന്റെ ബ്രോയുടെ ഫോണിൽ എടുത്ത് നോക്കിയോ, എന്റെ ഫോണിൽ സമയം ഇല്ലെന്നുള്ള രീതി പറഞ്ഞു. അതൊക്കെ കണ്ടപ്പോ എനിക്ക് റോങ് അടിച്ചു. പിന്നെ ആരൊക്കെ നീ സംസാരിച്ചപ്പോ റോങ്. മന്ദാരത്തിന്റെ സീന് നമ്മുടെ ഈ സിറ്റില് സുനാമി വരാൻ പോകാൻ 10 മിനിറ്റ് ഉള്ളപ്പോഴാണ് ഞാൻ അതിന് വേണ്ടി പോയത്. എന്നുവെച്ചാൽ ഹണി വെച്ചിട്ടുണ്ടായിരുന്നു. ഹണി എടുക്കാൻ പോകുന്ന ടൈമിൽ അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. എന്റെ കൂടെ അന്ന് അലക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഹണി എടുക്കാൻ പോയ ടൈമിലാണ് മന്ദാരം സംസാരിച്ചത്. 10 മിനിറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അത് വണ്ടി നിർത്താതെ പെട്ടെന്ന് പോയി ഹലോ എന്ന് ഞാൻ മന്ദാരത്തിനോട് പറഞ്ഞിരുന്നു. മാറിയിട്ടാണ് മന്ദാരമാണെന്ന് അലക്സ് എന്നോട് പറഞ്ഞതും. അപ്പത്തേക്ക് ഞങ്ങൾ ഈ ഹണി എടുത്ത് തിരിച്ചു വന്ന് വണ്ടി സേവാക്കി. ഇത്രയും കാര്യം ചെയ്യാൻ പെട്ടെന്ന് പോയ ടൈമിൽ മന്ദാരത്തോട് മിണ്ടിയില്ല എന്ന് പറഞ്ഞതിൽ അർത്ഥം എന്താ? പിന്നെ ഏവല് നീ അവിടെ വന്ന് നിന്നിട്ട് ഈ ഷൗട്ടിട്ട് സംസാരിച്ച് വള്ളി പിടിക്കാൻ വേണ്ടി പറയുന്നതോ? അത് കേട്ടിട്ട് ഞാൻ ഏബൽ വരുമ്പോ മിണ്ടാണ്ട് ഞാൻ കാര്യം ചോദിച്ചോട്ടെ, മാറിയിരിക്കുന്നത് മിണ്ടാതിരിക്കുന്നത് ഒരിക്കലും ദേഷ്യം കൊണ്ടോ ഒന്നും അല്ല. മനസ്സിലാവാന് എനിക്ക് ടൈം വേണം. ഞാൻ എപ്പോഴും പറയുന്നവരെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞാല്
നീ എനിക്ക് പൈസ തരാൻ വേണ്ടി കഷ്ടപ്പെടാനോ ഇറക്കാനോ പോണ്ട. ആരുടെ അടുത്തൊന്നും ചോദിക്കാനോ വേണ്ട. എനിക്ക് ആ പൈസ തിരിച്ചും വേണ്ട. അല്ലല്ല, ആരുടെ എനിക്ക് ചോദിക്കണ്ടേ ഇതാക്കണ്ടേ ഒന്നും ആവശ്യമില്ലല്ലോ. ഞാൻ കുടുംബക്കാരോട് ചോദിച്ചിട്ടല്ലേ, കുടുംബക്കാർക്ക് വേണ്ടി അല്ല ഒന്നും ചെയ്തത്. കാരണം ഞാൻ തമ്മിലെടുത്ത റിലേഷൻഷിപ്പ് ആ ടൈമിൽ ഞാൻ നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടി ഞാൻ ഇഷ്ടത്തോടെ ചെയ്ത കാര്യമാണ്. അതിന് ഇനി കണക്ക് പറഞ്ഞ് അത് ഇനി എടുത്ത് വെച്ച് വരാൻ എനിക്ക് അറ്റ്ലീസ്റ്റ് ലോറ എനിക്ക് പറയാനുള്ള കാര്യം, നീ നല്ല രീതിയാണ് നിർത്തിപ്പോയത്. പറ, അറ്റ്ലീസ്റ്റ് നിർത്തിപ്പോയിട്ട് പോലും ഞാൻ നിന്നെ മിസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിന്റെ പുറകെ നടന്നിട്ടുണ്ട്. ഇന്നലെ പോലും ഈവൻ നീ ട്രിക്സും ബൈക്കിൽ പോയപ്പോ പെട്രോൾ പമ്പിന് അല്ലല്ല, ഹെലന്റെ കൂടെ പുറകെ. ഹെലന് ബോയ് ഫ്രണ്ട് ഉണ്ട്, സാറയ്ക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്. അതിനെന്താ സാറ തന്നെ പറഞ്ഞു എന്റെ അടുത്ത് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന്. സാറയായിട്ട് വേറൊരു ബന്ധം പോലും ഇല്ല. ആ കൊച്ചാണ് അങ്ങനെ വിളിക്കുക, വല്ലപ്പോഴും കാണും ലോറ. എന്നിട്ട് നീ ലോറ എന്റെ അടുത്ത് പോട്ടെ, ജസ്റ്റ് കണ്ണ ഒന്ന് സംസാരിക്കല്ലോ. എന്നെ ദൂരത്ത് കാണുമ്പോ ഞാൻ എന്ത് വിഷമിച്ചായിരിക്കും. ഞാൻ സ്നേഹിക്കുന്നതിന് മുന്നേ ഇങ്ങനെ തന്നെയായിരുന്നു. സ്നേഹിച്ച റിലേഷൻഷിപ്പ് കഴിഞ്ഞപ്പോ സങ്കടപ്പെടുത്തിയോ? നീ എന്നെ സങ്കടപ്പെടുത്തിയോ? എടി നിന്നെ ചന്തേന്ന് വിളിച്ച കാരണം എന്താ അറിയോ? നമുക്ക് ഈ ബന്ധം നല്ല രീതിയിൽ കൊണ്ടുവരുന്നല്ലോ ലോറ. നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എടി എനിക്ക് എനിക്ക് തരാൻ പറ്റുന്ന എല്ലാ ട്രോമയും നീ എനിക്ക് തന്നു. ഇതിപ്പോഴും ഞാൻ പിന്നെ എന്തിനു നിന്റെ അടുത്ത് സ്നേഹിക്കണം? എടി ഞാൻ പറയട്ടെ ഓക്കെ, ചന്താക്കി എന്റെ മിസ്റ്റേക്ക് ആണ്, അക്സെപ്റ്റ് ചെയ്ത് സമ്മതിച്ച്. പക്ഷെ നീ എന്നെ ഞാൻ ഒന്ന് കാക്കി ചൂപ്പിയത്, നീ എന്നെ പട്ടിന്ന് വിളിച്ചപ്പോഴാണോ ഞാൻ നിന്നെ ചന്തയെന്ന് വിളിച്ചത്? ആണോ അല്ലയോ? പറ. അല്ല, ഞാൻ അവിടെ വന്ന് കാർക്കി ചുപ്പിയപ്പോ ഞാൻ പറഞ്ഞു കുറയ്ക്കും, പലരും വന്ന് കുറയ്ക്കും, അറ്റൻഷൻ സീക്കിംഗ് ആന്ന് പറഞ്ഞപ്പോ നീ എന്നെ കുറയ്ക്കുന്ന മനുഷ്യരെ കുറയ്ക്കോ? അപ്പൊ പിന്നെ നീ ചന്തയെന്ന് വിളിച്ചതോ? ഞാൻ നീ എന്തിനാ തുപ്പിയത്? ഞാൻ തമാശക്ക് നിന്നോട് അങ്ങനെ ഒരു അറ്റൻഷൻ സീക്കായിട്ട് തുപ്പിയതാ, തമാശക്ക്. അപ്പൊ ഞാൻ പട്ടീന്ന് വെച്ച തമാശ എടുത്തോ? നിനക്ക് എല്ലാം തമാശ കാണാം. പക്ഷെ എനിക്ക് അതൊന്ന് ഭയങ്കര വിഷമമായി. കാരണം അപ്പൊ ലോറ എന്റെ സിറ്റുവേഷൻ നീ മനസ്സിലാക്കണം. എടി ഇന്നലെ വന്നിട്ട് ഓരോരുത്തർ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞെന്താ അറിയാവോ? ഒരുത്തൻ വന്നിട്ട് ചോദിക്കാൻ, കണ്ണ നീ ലോറയും സ്പീക്കർ ഇട്ട് കേൾപ്പിച്ചു അങ്ങോട്ട്. ഞാൻ ഇവിടെ ട്രിക്സ് എന്നിട്ട് സ്പീക്കർ ഇട്ട് കേൾപ്പിച്ചിട്ടില്ല. അല്ല, സ്പീക്കർ അല്ലത്, അത് വോയിസ് ബാക്ക് റേഡിയോ പറഞ്ഞ. ഞാൻ ഒരു പറഞ്ഞിട്ട് ഇന്നലെ ഒരാൾ എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ച് ലോറയും കണ്ണനും ബ്രേക്കപ്പ് ആയെന്ന് എന്റെ അടുത്ത് ചോദിച്ചു. ഓ, നീ ചോദിച്ചത് അങ്ങോട്ട് പോയി പറഞ്ഞതോ? അല്ല, ഐറയുടെ അടുത്ത് നീ എന്തിനാ പറഞ്ഞേ? ഐറ എടുത്ത് റിലേഷൻ ആണോ? എല്ലാ പെണ്ണുങ്ങളുടെ അടുത്ത് പോയിട്ട് റിലേഷൻ. ഇഷികയുടെ എന്തിനാ പറഞ്ഞേ? ഇഷിക എടുത്ത് പറഞ്ഞില്ല. ലോറായിട്ടാ നീ വിചാരിച്ചേ? എന്റെ ശബ്ദം പോയി. അയ്യോ, ഇഷികയുടെ അടുത്ത് പറഞ്ഞില്ലെന്നോ? ഇഷിക എന്റെ അടുത്ത് ഒന്ന് ഓടി വന്ന് വെച്ചത് ലോറയും കണ്ണാപ്പിയും ബ്രേക്കപ്പ് ആയോന്ന്. അയ്യോ എടാ, എല്ലാ പെണ്ണുങ്ങളോട് സിറ്റിയിലുള്ള എല്ലാ പെണ്ണും ഞാൻ സത്യം പറയല്ലോ, ഞാൻ ബ്രേക്കപ്പ് ആവാൻ നോക്കിയിരുന്ന നീ ബ്രേക്കപ്പ് ആണെന്ന് പറയാൻ. ലോറ അറിയാപ്പെട്ടെ ഇന്നലെ വന്നിട്ട് എന്റെ അടുത്ത് ഷമീർ വന്നിട്ട് ചോദിച്ച്, കണ്ണ ലോറ ഇപ്പോഴും ഉണ്ടോ പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ലോറ ഇപ്പോഴും ഉണ്ട്, ഞങ്ങള് സെറ്റാന്ന് പറഞ്ഞു. അപ്പം പറയണേ എന്തൊക്കെ തല്ല് പിടിച്ചിട്ടും അവരെ ഇതുവരെ പിരിയിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എന്നിട്ട് പോലും ഞാൻ അവിടെ നീ ഉണ്ടെന്നാണ് എന്റെ കൂടെ പറഞ്ഞിട്ടുള്ളത്. ഓർമ്മ എന്താ നീ ഒന്ന് ആലോചിച്ചേ ലോറ. ഇത് നല്ല രീതിയാണോ ലോറ? നമുക്ക് എന്ത് നല്ല രീതി നിർത്താറുന്നേ. ഈ ഷമീറിനോട് പറഞ്ഞ പോലെ നിനക്ക് എന്താ ബാക്കി പെണ്ണുങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ? ബാക്കി പെണ്ണുങ്ങൾ എന്റെ അടുത്ത് വന്ന് എന്റെ അടുത്ത് കുറെ പേര് ഇങ്ങോട്ട് വന്ന് ചോദിച്ച് എന്താണ് ലോറ പോയെന്ന്. ഓൾറെഡി അറിയാലോ നമ്മളെ, നിനക്ക് നീ പറഞ്ഞ ഈ ലിസ്റ്റിലുള്ള മിക്ക പെമ്പിള്ളാരും നമ്മുടെ ടിവിയിലുള്ളവരുടെ തന്നെ ഗേൾ ഫ്രണ്ട്സ് ആണ്. ആണോ അല്ലയോ? ഇപ്പൊ ലൈറ ആണെ പോലും സ്നൈപ്പിന്റെ ഗേൾഫ്രണ്ട്, ഈശ മന്ദാരത്തിന്റെ ഗേൾഫ്രണ്ട്. അല്ല, അത് സ്നൈപ്പ് പറഞ്ഞാണല്ലോ, അതെനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഈശ മന്ദാരത്തിന്റെ ഗേൾഫ്രണ്ട്. പിന്നെ ആരുണ്ടായിരുന്നു? പിന്നെ ആരൊക്കെയോ നീ പറഞ്ഞ ഐറ ബാക്കി സംസാരിക്കാലോ. നീ എന്തായിരുന്നു നീ ഇത്രയും ദേഷ്യമായിട്ട് എന്തിനാണ് സംസാരിച്ചത്? ദേഷ്യമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഓൾറെഡി ഞാൻ നിന്നോട് ഞാൻ പറയുകയും ചെയ്തിരുന്നു. ടൈം വേണോന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ നിനക്ക് മൊത്തത്തിൽ ഹീലായിട്ട് ഞാൻ ടൈം തന്നെ. പക്ഷെ എനിക്ക് ടൈം അറിഞ്ഞൂടായിരുന്നു. നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ഞാൻ ട്രിക്സിന് വേണ്ടിയാണ് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. സംശയരോഗമാണ് നിനക്ക്, സംശയരോഗം. ഇപ്പൊ
ഒരു പെണ്ണിന്റെ കൂട്ടത്തിലല്ലേ? അല്ല പെണ്ണുങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല, നീ ഇപ്പൊ ഇത്രയും അല്ലല്ല മന്ദാരത്തിന്റെ 2 പെൺപിള്ളേരോട് വന്നേ. ഒന്ന് ഇഷയും പിന്നെ ഇതാരാ സെറീനയാണോ ഇത്? ഇത് അതിഥിയല്ലേ? സെറീനയും സെറീനയും പിന്നെ ഇവരും രണ്ടുപേരോടാ വന്നേക്കുന്നത്. എന്ത് പറ്റി ലോറ? ലോറ പിന്നെ ഹലോ പറഞ്ഞു എവിടെണ്ട്? നേരിട്ട് കാണാൻ പറ്റുമോ? ഒന്ന് സമ്മതിക്കില്ല, ഒന്ന് കണ്ട് സംസാരിച്ചാ അതൊന്ന് തീരെ. നമുക്ക് അങ്ങനെ നല്ല രീതിയിൽ എന്ത് ചെയ്യാം? നല്ല രീതിയിൽ തെറ്റാന്ന് പറയേണ്ടി ഹലോ ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, ലാസ്റ്റ് ആയിട്ട് കണ്ടിട്ട് മര്യാദ സംസാരിച്ചിട്ട് എന്ത് ചെയ്യാം? 100 കോടി അളിയപ്പ എടാ മറ്റേ 100 കോടി എല്ലാരും സെറ്റ് ചെയ്യടാ. നീ അവിടെ കരഞ്ഞു മെഴുകുന്ന കഥയൊക്കെ ഇവിടെ മുതുക്ക് പാട്ടായി കേട്ടാ. ഹലോ പക്ഷെ എനിക്ക് പൈസയും കാര്യങ്ങളൊന്നും വേണ്ട. അതെന്തുവാ? അതിപ്പോഴും ഞാൻ പറയണേ, എനിക്ക് പൈസയും ചെയ്ത കാര്യങ്ങൾക്കൊന്നും ഞാൻ കണക്ക് പറയത്തില്ല. എനിക്കത് വേണ്ട. വേണ്ടായിരിക്കും. ഓക്കെ, ഞാൻ നിന്റെ അടുത്ത് ഒരു ഓപ്പൺ ആയിട്ടൊരു കാര്യം ചോദിക്കാം. നിനക്ക് അല്ല ഞാൻ ഒരു ഓപ്പൺ ആയിട്ടൊരു കാര്യം ചോദിക്കാം. സത്യം പോലെ പറയണം, സത്യസന്ധമായിട്ട് പറയണം. ഈ ബ്രേക്കപ്പ് ആയപ്പോഴത്തേക്ക് നീ എന്നെ മിസ് ചെയ്തു? എനിക്ക് വേറെ ഒന്നും എനിക്ക് തിരിച്ച് സെറ്റാവോ ഒന്നും വേണ്ട. എനിക്കിത് മാത്രം ഒന്ന് അറിഞ്ഞാൽ മതി. കാരണം എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു ലാസ്റ്റ് സംസാരിക്കാൻ വന്നപ്പം പോലും നിനക്കെന്നെ വേണ്ട, നിനക്കെന്നെ തള്ളി ഇതാക്കണം, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നോ? എനിക്കതൊന്ന് മാറി കിട്ടാനല്ലോ, അതൊന്ന് പറ. ചെയ്തിട്ടുണ്ട്. എല്ലാരും എന്നെ നിന്റെ പേരും പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. എല്ലാരും എന്ന് പറഞ്ഞാൽ ആരാ എന്റെ പേരും പറഞ്ഞ് കളിയാക്കിയേ? ഇവിടെ ഇന്നും കൂടെ ഞാൻ മുതുക്കി ഇന്ന് ഒറ്റ പെണ്ണില്ലാന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോഴത്തേക്ക് ഒന്നുമില്ല, രായണ്ണ വരെ ഇന്ന് രാവിലെ എന്നെ വന്ന് കളിയാക്കി. അല്ല രാവിലെ അല്ല, വൈകുന്നേരം വന്ന് കളിയാക്കി. അത് രായണ്ണ തമാശക്കില്ല, ചേട്ടന്റെ സാധനല്ലേ രായണ്ണൻ. എല്ലാരും കളിയാക്കുമ്പോ കൊള്ളൂടാ. ഒരു തവണ നമ്മള് പ്രേമിച്ചിട്ട് ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കുത്തി പറയുമ്പോ നമുക്ക് വിഷമാവും. അല്ല എനിക്ക് കുഴപ്പമില്ല, അതെന്തേലും ആയിക്കോട്ടെ. എന്റെ കൂട്ടത്തിലുള്ളവര് സംസാരിക്കാൻ വന്നപ്പോ നീ എങ്ങനെ സംസാരിച്ചേ? എന്നെ വേണ്ട, അല്ല നീ ഒരു എഫേർട്ട് എന്നെ വേണോന്നൊരു സിഗ്നൽ ചെറുതായിട്ട്. എടാ ഞാൻ അന്ന് ഹണി എടുക്കാൻ വേണ്ടി പോയതാ. സിറ്റിയിൽ സുനാമി വരാൻ പോകുന്ന അനൗൺസ്മെന്റ് നീ കണ്ടായിരുന്നോ? അലേർട്ട്. ഞാൻ അല്ലാതെ ഞാൻ മന്ദാരത്തോട് ദേഷ്യപ്പെട്ട കാര്യം എന്താ ഒന്ന് പറ. പിന്നെ ഇവനുണ്ടല്ലോ കൊറേ ആൾക്കാരെ വിട്ട് അവളോട് പോയി അത് ചോദിക്കും ഇത് ചോദിക്കും അങ്ങനെ നോക്കി വള്ളി പിടിക്കുന്നൊക്കെ പറഞ്ഞ് കൊറേ എണ്ണങ്ങളെ മൂപ്പിച്ചു. വള്ളി പിടിക്കുന്നതല്ല ലോറ, അറ്റൻഷൻ സീക്കിംഗ് ആണ് ലോറ, അറ്റൻഷൻ സീക്കിംഗ് ആണ് ലോറ. നീയോ വന്ന് എന്നെ മിസ് ചെയ്യുന്ന പോലെ ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല. എനിക്ക് ആ മൈൻഡിങ് ഉണ്ട്. നടന്നതും മറ്റേ എന്താ വണ്ടിയിലെടുത്തോണ്ട് പോയത് സാറുടെ അടുത്ത് കുടുങ്ങിയതൊന്നും ഞാൻ കാണാത്തോണ്ടാണെന്നാണ് വിചാരിച്ചേ. അല്ല സാറെ എടുത്ത് ആരുമായി കുടുങ്ങി തോന്നിയ ദിവസം പറയല്ലേ ലോറ? ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് നടന്നായിരുന്നല്ലോ, ബ്ലാക്കും. കപ്പിൾ ഡ്രസ്സോ? അത് ഇന്നലെ BBKയുടെ മറ്റേ പാർട്ടി പരിപാടി കിട്ടതാ. അയ്യോ അവളുടെ ഇഷ്ടത്തിന് ഒരു ബ്ലാക്ക് ഇട്ടതിന് ഞാൻ എന്ത് ചെയ്യുന്ന സമയത്ത് നീ ഒരുപോലെ ഡ്രസ് ഇട്ടിട്ടില്ല. എന്റെ പൊന്നിൽ പറ, അവളായിട്ട് എന്ത് ചെയ്ത് ഞാനിപ്പം? അവളുടെ ഇഷ്ടത്തിന് കറുത്ത ഡ്രസ് ഇട്ട് നിന്നെ വേണ്ട, ആരെ വേണ്ട, വെക്കടി പോൺ. അവളെ കൊഞ്ചാൻ വിളിച്ചേക്കുന്നവനെ മോശമാണ് പറഞ്ഞത്. നീ നിന്റെ ഭാര്യ ബോബോനെ കെട്ടിപ്പിച്ചോളി. ഞങ്ങള് കെട്ടിക്കോളി, നിന്നെ പോലെ ഇട്ടിട്ട് പോലടി. എന്താ ഇത്രയും സമയം സംസാരിച്ച് നീ ഒരു സെക്കൻഡ് വേസ്റ്റ് ആക്കിയില്ല. കണ്ണപ്പി എന്ത് വേണം അളിയ നമ്മളത് ചില കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യണം അളിയ. അവര് നമ്മുടെ ഭാഗത്തും തെറ്റൊക്കെ ഉണ്ടല്ലോ, ചില കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ ചെറ്റത്തരല്ലേ അളിയ നാട് മൊത്തം പറയണത് അവൾക്ക് മറ്റേ അതൊക്കെ മോശമാണല്ലേ, മോശമാണ്. പോയി നേരിട്ട് സംസാരിക്കണം. ചോദിക്കാൻ